ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അതിഥി കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് മുൻ മേധാവി പ്രഭാകരൻ ബലേരിയാണ്. സർ നമസ്തേ. സർ, അവിടെ ഈ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളുടെ ഈ ലോങ് ആം ബൂമർ എക്സ്കവേറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ നദിയോടും കരയ്ക്കും ഇടയിലുള്ള ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയ മാത്രമല്ല, അവിടെ ഒരു ബണ്ടൊക്കെ കെട്ടി, പുഴയിൽ ശക്തമായ അടിയൊഴുക്കാണല്ലോ, ബണ്ടൊക്കെ കെട്ടി ഈ ഡൈവേഴ്സിന് ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇനി ഡ്രോൺ എത്തേണ്ടതുണ്ട്. പൊതുവിൽ ഈ രക്ഷാദൗത്യം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ 10ാം നാൾ ഇങ്ങനെ നടക്കുന്നത്. ട്രക്ക് വരെ എന്തായാലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് ഒരാശങ്ക ഉണ്ടാക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു സമയത്ത്? ഇതിനെപ്പറ്റി പലരും എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ ആ സ്ഥലത്ത് ഞാനില്ല, എനിക്ക് അതിനെപ്പറ്റിയുള്ള കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ മാത്രം അഭിപ്രായമാണ്. അതായത് ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതൊക്കെ അപകടങ്ങൾ യാദൃശ്ചികമായിട്ട് നടക്കുന്ന അത്യാഹിതങ്ങളാണ്. ഇത് മലയിടിച്ചിലും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ സാധാരണ ഉണ്ടാവുന്നു. അതിലൊക്കെ പോയി പ്രവർത്തിക്കാനുള്ള പരിശീലനങ്ങൾ ലഭിച്ച വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് പട്ടാളത്തിലും NDMA-യിലും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ ഇപ്പോൾ ഉണ്ട്. അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ അത്യാഹിതം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്യാഹിതമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് അതിന് പിന്നിട്ട് വിട്ടു നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അത് ഇത് അപകടത്തിൽ പെട്ടുപോയ വ്യക്തികൾ അത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അത്യാഹിതങ്ങൾ വരുന്നത്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് നാച്ചുറൽ പ്രകൃതിയുടെ ഒരു അത്യാഹിതമാണ്. അവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളതൊക്കെ ചില പട്ടാളത്തിലും സൈന്യത്തിലും NDMA-യിലൊക്കെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുകയാണെങ്കിൽ, എൻ്റെ ജോലിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇത് തീർച്ചയായിട്ടും ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിന് പരിഹാരം കാണാൻ സാധിക്കും. അതിന് എൻ്റെ അഭിപ്രായത്തിൽ NDMA, കർണാടകത്തിലെ NDMA ചീഫ് മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. അവരും സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യേണ്ടത്. സൈന്യം എന്ന് ഞാൻ പറയുന്നത് ആർമിയെയാണ്. പിന്നെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേവിയെയും നമ്മൾ അതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും. പക്ഷെ ഇതിനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരുപാട് സമയം എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത് ഇതിന് ശേഷം കർണാടക ഗവൺമെന്റ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള ഈ മലയിടിച്ചിൽ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങണമെന്നാണ് ഞാൻ പറയുക. സർ, എന്ന് വെച്ചാൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ പ്രത്യേകിച്ച് ഇതുപോലെ ട്രക്ക് ഡ്രൈവർമാരൊക്കെ ആണെങ്കിലും പല സ്ഥലങ്ങളിലും പോകുന്നതാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഏറെക്കുറെ അറിയുകയാണെങ്കിൽ, കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കഴിവതും അവിടെ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് അല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഡിസാസ്റ്ററിനെ പറ്റി ഞാൻ പറയുന്ന ഒരു പ്രത്യേകതയിൽ കൂടെയാണ് ഞാൻ പറയുക. അതായത് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് ശരിയല്ല. പ്രകൃതി ദുരന്തങ്ങൾക്ക് എതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. രണ്ടാമത്, പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മൾ കാരണമാകരുത്. അവിടെ ഇപ്പൊ മലയിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ട് മലയിടിച്ചിൽ ഉണ്ടാക്കാം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കരുത് എന്ന് പറയും. കാരണം പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനും ഇടപെട്ടതാണ്, ഡെവലപ്മെന്റ് കൂടെ വരുന്നതാണ്. അപ്പൊ ഇവിടെയുള്ള സ്ഥലത്ത് ഒരുപാട് മണ്ണ് എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ മരങ്ങൾ മുറിച്ചിട്ടുണ്ടാകാം, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയുവാൻ കഴിയുന്നത്ര നമ്മൾ അതിനെ അനുകൂലിച്ച് നിൽക്കാതിരുന്നാൽ അത് ഒരു കാരണം. രണ്ടാമത്, പ്രകൃതി ദുരന്തം ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടാമത് സംഭവിക്കുന്നത് നിർത്താൻ പറ്റാത്തത് എന്നും നമ്മൾ നോക്കേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ഹിമാലയത്തിലൊക്കെ ഒരുപാട് നടക്കാറുണ്ട് ഇതേപോലെ. അപ്പോൾ മിലിറ്ററി പട്ടാളക്കാർ തന്നെ ഇതിൽ കുടുങ്ങി പോകുന്നുണ്ട്. എത്രയോ പേർ അവരെ റീകവറി വെഹിക്കിളൊക്കെ ഉപയോഗിച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. പക്ഷെ കഴിവുള്ള ആളുകൾ നമുക്കുണ്ട്. പക്ഷെ ഇതിനെ തടയാനുള്ള, രണ്ടാമതും സംഭവിക്കുന്നത് തടയാനുള്ള വഴികൾ നമ്മളുടെ ഗവൺമെന്റുകൾ നോക്കുന്നില്ല. കാരണം ഗവൺമെന്റുകൾ മാറി മാറി വരുന്നതായിരിക്കാം ഒരു കാരണം. എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷെ ഈ സംഭവത്തിൽ പെട്ടുപോയ വ്യക്തി അവരുടെ കുടുംബങ്ങൾക്കൊക്കെ വളരെ നഷ്ടമാണ് വരാൻ പോകുന്നത്. അവർക്കുള്ള സഹായം എത്തിച്ചു കൊടുക്കുക.
ചെറുപ്പക്കാരെ ഇതൊക്കെ പഠിപ്പിക്കുക, അതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അപകടത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, അതാണ് ഞാൻ ആദ്യമായിട്ട് പറയുക. കാരണം നമ്മുടെ സാധാരണ ബീച്ചിൽ പോകുന്നവർ മുതൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഒരിക്കലും ഒരു അപകടത്തിൽ പെട്ടുപോവുകയില്ല, നമുക്ക് ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ പറ്റുകയാണ്. ഇവിടെ ഇതുപോലെയുള്ള സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അപകടങ്ങൾക്കുള്ള സൂചനകൾ നൽകി ട്രക്കുകളെയൊക്കെ തൽക്കാലം നിയന്ത്രിക്കേണ്ടിയിരുന്നു. അതിനുള്ള കഴിവുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റുകൾ തന്നെ സഹകരിക്കണം, ഗവൺമെന്റുകൾ തന്നെ അതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കണം. അതൊക്കെ അതിനകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഒരു അപകടത്തിൽ പെടുകയാണെങ്കിൽ അത് എന്റെ കുറ്റമായിട്ടാണ് ഞാൻ കാണേണ്ടത്.